പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനങ്കയുടെ മകൾ ചന്തുമോളുടെ അച്ഛൻ യഥാർത്ഥത്തിൽ അഭിയാണ് എന്ന ആ വലിയ രഹസ്യം പുറത്തു വരുന്ന നാടകീയമായ നിമിഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഇറങ്ങിയിരുന്നത്. നവ്യ അഭിയെ ജ്വല്ലറിയിൽ പുതിയ മാനേജർ കസേരയിലിരുത്തി അവിടെ നിന്നും ഇറങ്ങാൻ തയ്യാറെടുക്കുന്നതാണ് കാണിക്കുന്നത്. എടാ അഭി, നിനക്കിപ്പോൾ ഇവിടെ എല്ലാം സെറ്റായില്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഡേവിഡ് സാറിനോട് ചോദിച്ചാൽ മതി, പുള്ളി നിന്നെ സഹായിക്കുമെന്ന് നവ്യ പറയുമ്പോൾ അഭി ഒന്ന് തലയാട്ടി. എന്നാൽ ഉടനെ തന്നെ നവ്യയുടെ ശബ്ദം കടുത്തു. ദേ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. മൂർത്തി ജ്വല്ലറിയിൽ കാണിച്ച കള്ളത്തരമൊന്നും ഇവിടെ നീ കാണിക്കാൻ പോവരുത്. അത് നമ്മുടെ സ്വന്തം ജ്വല്ലറി ആയിരുന്നു. പക്ഷേ ഇത് ഇവിടെ അങ്ങനെയല്ല. നീ ഇപ്പോൾ ഒരാൾക്ക് കീഴിൽ വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് അവരെ ചതിക്കുന്ന ഒരു പരിപാടി നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഡേവിഡ് സർ എന്നെ വിശ്വസിച്ചുകൊണ്ടാണ് നിനക്ക് ഈ മാനേജർ പോസ്റ്റ് തന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അഭിക്ക് ഇത്തിരി ചൊറിച്ചിലൊക്കെ തോന്നി. ഓ എൻ്റെ നവ്യേ, നീ ഇത് എത്രാമത്തെ തവണയാണ് എന്നോട് ഈ പറയുന്നത്? ഞാനിവിടെ അങ്ങനെയൊന്നും കാണിക്കില്ല. നിനക്ക് എന്നെ ഇത്രയ്ക്ക് വിശ്വാസമില്ലേ എന്ന് അവൻ തിരിച്ചു ചോദിച്ചു. വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ജോലിയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജോലി കിട്ടില്ല. നമ്മൾ പിന്നെ തെരുവിലിറങ്ങേണ്ടി വരും. അതായിരിക്കും നമ്മുടെ അവസ്ഥ. നീ വല്ല കള്ളത്തരവും കാണിച്ചാൽ എൻ്റെ ജോലിയും കൂടി തെറിക്കും. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് വഴിയിലിറങ്ങി വേണ്ടി വരും. അത്രയ്ക്ക് വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ ഈ അനന്തപുരിയിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. വെറുതെ എന്നെ നാണം കെടുത്താൻ ഓരോന്നും ഉണ്ടാക്കി വെക്കരുത് എന്ന് നവ്യ കടുപ്പിച്ചു പറഞ്ഞു. നവ്യെ, വീണ്ടും വീണ്ടും നീ അത് തന്നെ ഇങ്ങനെ പറയാതെ. ഞാൻ ഇനി മുതൽ മര്യാദയ്ക്ക് ജോലി ചെയ്തോളാം. ഇവിടെ കള്ളത്തരൊന്നും ഞാൻ കാണിക്കില്ല എന്ന് അഭി സമാധാനിപ്പിച്ചു. അത് കേട്ട നവ്യ, ശരി, കാണിക്കാതിരുന്നാ നല്ലത്. എന്നാ ഞാൻ ഇറങ്ങാമെന്ന് പറയുമ്പോൾ വേഗം പോയിക്കോ, അഭി ഇടയ്ക്ക് കയറി പറഞ്ഞു. അതെന്താണ് നീ അങ്ങനെ പറയുന്നത് എന്ന് നവ്യ ചോദിച്ചപ്പോൾ, അല്ല, നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ നീ വന്നിരിക്കുന്നത്? അവൻ നിന്നെ കാണാതെ കരയുന്നുണ്ടാവും. നീ ചെല്ലിയെന്ന് അഭി സ്നേഹത്തോടെ പറഞ്ഞു. നവ്യ അവിടെ നിന്നും ഇറങ്ങിയതും അഭിയുടെ ഭാവം അങ്ങ് മാറി. ഓ, അവളുടെ ഔദാര്യം കാരണമാണ് എനിക്ക് ഈ ജ്വല്ലറിയിൽ ജോലി കിട്ടിയതെന്നാണെന്ന് അവളുടെ വിചാരം. ഇതിനു മുൻപേ എനിക്ക് ജ്വല്ലറിയുമായി ബന്ധമുണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഏതായാലും വലിയൊരു ഭാരം തലയിൽ നിന്നും ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഡേവിഡ് ജോർജ് കയറി വരുന്നത്. സാറിനെ കണ്ടപാടെ അഭി എഴുന്നേറ്റ് നിന്നു. സാർ എന്താ വന്നത്? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നില്ലേ എന്ന് അഭി വിനീതമായി ചോദിച്ചു. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അഭി. നീ വിളിച്ച നിന്റെ അടുത്തേക്ക് ഞാനല്ലേ വരേണ്ടത് എന്ന് ഡേവിഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഒന്നുമില്ല അഭി. ഇവിടെ മൂർത്തി ജ്വല്ലറിയെ പോലെ തന്നെ സ്റ്റാഫിനെ എന്നും അടിച്ചമർത്താറില്ല. അതുകൊണ്ട് തന്നെ അവർ നൽകിയതിനേക്കാൾ വലിയ അംഗീകാരം നിനക്കിവിടെ കിട്ടുമെന്ന് ഡേവിഡ് ഉറപ്പ് നൽകി. സാർ ഇതുവരെ തന്നത് തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് എന്ന് അഭി നന്ദിയോടെ പറഞ്ഞു. അഭി പ്രതീക്ഷിക്കാത്ത പലതും ഇനി കിട്ടിക്കൊണ്ടിരിക്കും. ഒരു സാധാരണ മാനേജർക്ക് എന്തിനാണ് ഇത്ര വലിയ സെറ്റപ്പ് എന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നീ അനന്തപുരിക്കാരനാണെന്ന് കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞങ്ങളുടെ ഏത് സ്റ്റാഫിനും വേണ്ടത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. നീ ഇന്ന് തന്നെ പണി തുടങ്ങണമെന്നൊന്നുമില്ല. നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡേവിഡ് അവിടെ നിന്നും പോയി. പിന്നീട് നവ്യ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്ന ഗോവിന്ദനും കനകദുർഗയും നവ്യയെ കണ്ടു. കനകദുർഗ ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ, ദേ നോക്കിക്കേ, നവ്യയല്ലേ അത്? ആ, അത് അവൾ തന്നെയായെന്ന് ഗോവിന്ദനും സമ്മതിച്ചു. കനകദുർഗ നേരെ ചെന്ന് വിളിച്ചു, ഡി നവ്യേ. തിരിഞ്ഞു നോക്കിയ നവ്യയുടെ മുഖത്ത് പുച്ഛമായിരുന്നു. ആഹാ, ഇതാര്, അച്ഛനും അമ്മയോ? അവൾ ചോദിച്ചു. നിന്റെ അച്ഛനും അമ്മയാണെന്ന ബോധം നിനക്കുണ്ടോടി എന്ന് കനകദുർഗ ദേഷ്യപ്പെടാണ്. അതെനിക്കില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഇല്ലാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കുമായിരുന്നോ എന്ന് നവ്യ തിരിച്ചടിച്ചു. നീ എന്തിനാടി ആ കാട്ടുകള്ളനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കനകദുർഗ. ഈ മനുഷ്യൻ ഒരിക്കലെങ്കിലും നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നും ശാസിച്ചിട്ടുണ്ടോ എന്നും നിങ്ങളുടെ നന്മ ആഗ്രഹിച്ച വ്യക്തിയല്ലേ ഇദ്ദേഹം? എടി, ഞാൻ പറയുന്നത് കേൾക്കണ്ട. അച്ഛൻ കള്ളം പറയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും നവ്യ ഒന്ന് തളർന്നു. ഗോവിന്ദൻ കനകദുർഗയെ പിന്തിരിപ്പിച്ചു. കനകെ, ഇത് വീടല്ല, നമ്മൾ പുറത്താണ്. ഇവിടെ വെച്ച് വഴക്കൊന്നും വേണ്ട. മോളെ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. എന്നാൽ നവ്യ തർക്കിച്ചു. അമ്മയും അച്ഛനും ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുമെന്ന് ചോദിച്ചു. നീ പറയുന്നതൊക്കെ പച്ച കള്ളമാണെന്നേ ഞങ്ങൾ പറയുള്ളൂ. കാരണം ഞങ്ങൾ തെളിവോടുകൂടിയാണ് അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് വിശ്വസിച്ചത്. നീ എന്താണ് ഇപ്പോഴും അവനെ ഇങ്ങനെ താങ്ങി നടക്കുന്നത് എന്ന് കനകദുർഗ ചോദിച്ചു. ഗോവിന്ദൻ ശാന്തനായി പറഞ്ഞു, മോളെ, ഞങ്ങൾ നിന്റെ നല്ലതിനായി പറയുന്നത്. അഭിയുമായി നിനക്കൊരു കുഞ്ഞുണ്ടായി. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ പിരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നീ ഒരു വിഷപ്പാമ്പിൻ്റെ കൂടെയാണ് കഴിയുന്നത്. അവൻ്റെ കൂടെ ഓരോ ദിവസം നീ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആദിയാണ്. അനന്തപുരിക്കാർക്ക് ഇനിയും ഒരു പ്രശ്നമുണ്ടാവാതിരിക്കാനാണ് ഞങ്ങൾ സത്യം നിന്നോട് പറയുന്നത്. അവർ പോയി കഴിഞ്ഞപ്പോൾ നവ്യ നേരെ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തി. അവിടെ ദേവയാനി അവളെ തടഞ്ഞു നിർത്തി.
ഭർത്താവിനെ മാനേജർ കസേരയിലേക്ക് ഇരുത്തിയിട്ട് നീ വന്നിരിക്കാണോ എന്ന് അവർ പരിഹസിച്ചു. അതെ, അതിനെന്താ, അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നവ്യ തിരിച്ചു ചോദിക്കണേ. ജ്വല്ലറിയെ കരിവാരി തേച്ചവനെ അടുത്ത ജ്വല്ലറിൽ കൊണ്ടുപോയി മാനേജറാക്കിയല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ അവനെ പണ്ട് അബദ്ധം പറ്റിയത് നിങ്ങളൊക്കെ അവനെ വെറും സ്റ്റാഫായി നിർത്തിയത് കൊണ്ടാണ് എന്നും ആവശ്യത്തിന് പണം കിട്ടിയിരുന്നുവെങ്കിൽ അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലായെന്നും പറഞ്ഞ് നവ്യ അഭിയെ ന്യായീകരിച്ചു. ഭർത്താവ് ചെയ്ത തെറ്റിനെ നീ ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനെ ന്യായീകരിക്കാൻ ഞാൻ മാത്രമേ കാണൂ എന്ന് നവ്യ മുറിയിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരി മീരയുടെ ഫോണ് വരുന്നത്. മീര DNA റിസൾട്ട് കിട്ടിയെന്നും ഉടനെ തന്നെ കാണണമെന്നും പറഞ്ഞു. നവ്യ പെട്ടെന്ന് തന്നെ ധൃതിപ്പെട്ട് ഡ്രസ്സ് മാറ്റി ഇറങ്ങാൻ നോക്കുമ്പോൾ ജലജ തടഞ്ഞു നിർത്തുകയാണ്. നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ മോളെ, ഇനി നീ എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മേ, എനിക്ക് അർജൻറ്റായിട്ട് ഒരാളെ കാണാൻ പോവാനുണ്ട് എന്ന് നവ്യ പറഞ്ഞ് അവിടെ നിന്നും പോയി. ജലജ പിച്ചുമ്പയും പറഞ്ഞു, ഹോ എൻ്റെ ഒരു വിധി, ആ ചെറുക്കനാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല. അബിയുടെ അതേ സ്വഭാവം തന്നെ. അവന്തിക വന്ന് കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞപ്പോൾ ജലജക്ക് ദേഷ്യം വന്നു. എടി, ഞാൻ ഇഷ്ടപ്പെടാത്ത കുഞ്ഞാണത്. അബിയുടേതാണെങ്കിലും അവൻ്റെ വേറോരോ ബന്ധത്തിലുണ്ടായ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ നോക്കണമെന്നാണോ? അമ്മ അബിയേട്ടനെ വളർത്തിയതിൻ്റെ ദോഷമാണെന്ന് അവന്തിക കുറ്റപ്പെടുത്തി. അത് കേട്ട് ജലജ ദേഷ്യപ്പെട്ട്, നിന്റെ അച്ഛനെ പോലെയാണ് അവൻ, അങ്ങേരുടെ ഈ സ്വഭാവമൊക്കെ അവനും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങ് ഒഴിഞ്ഞു മാറാണ് ജലജ. ഇതിനിടയിൽ നവ്യ മീരയെ കാണാനെത്തി. മീര DNA ടെസ്റ്റ് റിപ്പോർട്ട് കൈമാറി. ഇത് ആദർശേട്ടനാണ് അച്ഛനെന്ന് കാണിക്കുന്ന ആദ്യത്തെ റിപ്പോർട്ടല്ലേ? നവ്യ ചോദിച്ചപ്പോൾ മീര പറഞ്ഞു, അത് ഫേക്ക് റിപ്പോർട്ടാണ് നവ്യേ. AN ജ്വല്ലറിക്കാർ അബിയെ സേഫാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റിപ്പോർട്ടാണിത്. ഇതാ കാണുന്നതാണ് ഒറിജിനൽ റിപ്പോർട്ട് എന്ന് മീര മറ്റൊരു കവർ നൽകിക്കൊണ്ട് പറഞ്ഞു. അത് തുറന്നു നോക്കിയ നവ്യ ശരിക്കും അങ്ങ് ഞെട്ടി. അതെ, അബിയാണ് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ എന്ന് അതിൽ തെളിഞ്ഞു തന്നെ കിടക്കുന്നു. ആദർശേട്ടൻ നിരപരാധിയാണെന്നും അബി തന്നെ ചതിക്കുകയായിരുന്നു എന്നും അവൾ തിരിച്ചറിഞ്ഞു. അബിക്ക് AN ജ്വല്ലറിയുമായി എന്തോ ബന്ധമുണ്ടെന്നും നീ ബോൾഡായി ഒരുക്കണമെന്നും മീര അവളെ ഉപദേശിച്ചു. നവ്യയുടെ ഉള്ളിൽ പക കനലായി എരിഞ്ഞു. അവൻ എന്നെയും കുടുംബത്തെയും ചതിക്കുമായിരുന്നു. അവനെ ഞാൻ വെറുതെ വിടില്ല. അവൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് തന്നെ നവ്യ ആക്രോശിച്ചു. മീര പറഞ്ഞു, നീ നിന്നെ ഇല്ലാതാക്കാൻ നോക്കരുത്. നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് നീ ജീവിക്കണം നവ്യേ. പകരം അവനെ ജയിലിൽ അടക്കണം. നയനോട് ഈ സത്യം പറഞ്ഞാൽ അവൾ നിന്റെ കൂടെ നിൽക്കും. നവ്യ സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ ആദർശേട്ടനെയും നയനെയും ഒരുപാടധികം അധിക്ഷേപിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ ഇനി എങ്ങനെ ക്ഷമ ചോദിക്കും? മീര പറഞ്ഞു, എല്ലാം ശരിയാവും നവ്യേ. ഇപ്പം നീ സ്ട്രോങ് ആയിട്ടിരിക്കണം. നവ്യക്ക് അനഘയെ കാണണമെന്ന് തോന്നി. ചന്തുമോളുടെ അമ്മയായ അനഘയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും കൂടി പോയി. അനഘയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവരുടെ വേലക്കാരി അവരെ സ്വീകരിച്ചു. അനഘയ്ക്ക് മാറ്റമുണ്ടെന്നും കൈകാലുകളൊക്കെ ചലിക്കുന്നുണ്ടെന്നും സംസാരശേഷി തിരിച്ചു കിട്ടി വരികയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ നവ്യക്ക് ആശ്വാസമായി. നവ്യ അനഘയുടെ അരികിലേക്കെത്തി. അനഘയെന്ന് വിളിച്ചപ്പോൾ അവൾ കണ്ണുകൾ ചലിപ്പിച്ചു. മീര പറഞ്ഞു, അനഘേ, നീ വിചാരിക്കുന്ന നവ്യയല്ലേ ഇത്? ഇവളിപ്പോൾ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നവ്യ അനഘയോട് ക്ഷമ ചോദിച്ചു. നിന്നെയും ആദർശേട്ടനെയും കൂട്ടിച്ചേർത്ത് ഞാൻ ഒരുപാടധികം തെറ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ കുറ്റവാളി എൻ്റെ ഭർത്താവ് അബിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചന്തുമോൾക്ക് ഈ ലോകത്തെ ഏറ്റവും നല്ല അച്ഛനെയും അമ്മയെയും ആദർശേട്ടനെയും നയനേച്ചിയും തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നീ വിഷമിക്കേണ്ട അനഘേ, നീ വേഗം തന്നെ സുഖം പ്രാപിക്കണം. നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് അവനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. പണവും സ്വാധീനവും വെച്ച് പെൺകുട്ടികളെ ചതിക്കുന്ന അവനെ ഞാൻ ജയിലിലടക്കും. അവൻ അനുഭവിക്കുന്നത് നമുക്ക് ഒരുമിച്ച് കാണണമെന്നൊക്കെ പറഞ്ഞ് നവ്യ തൻ്റെ പക അങ്ങ് വെളിപ്പെടുത്താണ് അനഘയോട്. സത്യം പറഞ്ഞ സ്ഥിതിക്ക് അനഘയെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ നവ്യ അവളോട് യാത്ര പറഞ്ഞു. നവ്യയും മീരയും അനഘയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നവ്യയുടെ കണ്ണിൽ പണ്ട് കണ്ടിരുന്ന നിസ്സഹായതയായിരുന്നില്ല, മറിച്ച് ജ്വലിക്കുന്ന പകയായിരുന്നു. കാറിൽ തിരികെ പോകുമ്പോൾ മീര നവ്യയുടെ കൈകൾ അമർത്തി പിടിച്ചു. നവ്യേ, ഇനി നിനക്ക് അടിതെറ്റാൻ പാടില്ല. അബി ഒരു കൗശലക്കാരനാണ്. അവൻ ഈ ചതികളൊക്കെ ചെയ്യുന്നത് ആരുടെയോ വലിയ പിൻബലം കൊണ്ടാണ്, മീര ഓർമ്മിപ്പിച്ചു. നവ്യ ഒന്നും മിണ്ടിയില്ല. അവളുടെ മനസ്സ് അനന്തപുരിയിലെ ആ വലിയ ഹാളിനെ കുറിച്ചായിരുന്നു. അവിടെ വെച്ചാണല്ലോ താൻ ആദർശേട്ടനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അപമാനിച്ചത്. നേരെ അനന്തപുരിയിലെത്തിയ നവ്യ കണ്ടത് ഹാളിൽ നടുവിൽ ആദർശും നയനയും ചന്തുമോളെ കളിപ്പിച്ച് നിൽക്കുന്നതാണ്. ഞെട്ടലോടുകൂടെ തന്നെ നവ്യ അത് നോക്കി നിന്നു. പഴയ നവ്യായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ ഒരു യുദ്ധം നടന്നേനെ. പക്ഷേ അവൾ മൗനമായി തൻ്റെ മുറിയിലേക്ക് നടന്നു. രാത്രി വൈകി അബി തിരിച്ചെത്തിയപ്പോൾ അതീവ സന്തോഷത്തിലായിരുന്നു അവൻ. എടാ അബി, AN ജ്വല്ലറിയിലെ നിന്റെ പഴയ കണക്കുകളൊക്കെ എവിടെയെന്ന് നവ്യ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചപ്പോൾ അവനൊന്ന് ഞെട്ടി. നീ എന്താ നവ്യ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. എന്നാൽ നവ്യ വിട്ടുകൊടുത്തില്ല. അവൾ രഹസ്യമായി സംഘടിപ്പിച്ച DNA ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ആ ഒരു പകർപ്പ് അവൻ്റെ മുന്നിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട അബിയുടെ മുഖത്തെ ചോരങ്ങ് വാർന്നു പോയി. എടാ, നീ എന്താടാ വിചാരിച്ചത്? എക്കാലവും ഈ കള്ളം അങ്ങ് മൂടി വെക്കാമെന്നോ?
ചന്തുമോള് നിന്റെ ചോരയാണെന്നറിഞ്ഞിട്ടും അത് ആദർശേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ച് നീ സുഖിക്കാമെന്ന് കരുതിയോടാ എന്ന് അവൾ അലറി വിളിച്ചു. ശബ്ദം കേട്ട് ആദർശും നയനയും ദേവയാനയൊക്കെ അങ്ങോട്ടേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അഭി നഗ്നനാക്കപ്പെട്ടു. അഭിയുടെ തനി നിറം പുറത്തായതോടുകൂടി തന്നെ ദേവയാനി അവനെ തള്ളിപ്പറയാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നോക്കിയെങ്കിലും നവ്യ അവരെയൊന്നും വിട്ടില്ല. അമ്മായിക്കും ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് എനിക്കറിയാം. സ്വന്തം മകൻ ചെയ്ത പാപം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചു എന്ന് നവ്യ വിളിച്ചു പറഞ്ഞു. ആദർശ് സ്തംഭനായി നിന്നു പോവാണ്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നവ്യ തന്നെ മുന്നിട്ടിറങ്ങിയത് അവനിൽ അത്ഭുതമുണ്ടാക്കി. ആദർശേട്ടാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് അവൾ പറഞ്ഞു. നവ്യ ആദർശിൻ്റെ കാൽക്കൽ വീണു. എന്നാൽ ആദർശ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നവ്യെ, നീ സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് മതിയെന്ന് അവൻ ശാന്തനായി പറഞ്ഞു. പിറ്റേന്ന് തന്നെ പോലീസ് അനന്തപുരിയിലേക്കെത്തി. അനഘയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും വ്യാജരേഖകൾ ചമച്ചതിനും അഭിയെ അവർ കൈവിലങ്ങണിയിച്ചു. ജ്വല്ലറിയിലെ ഡേവിഡ് ജോർജും അഭിയും ചേർന്ന് നടത്തിയ കള്ളപ്പണ ഇടപാടുകളും അതോടൊപ്പം തന്നെ പുറത്തു വന്നു. അഭി ജയിലിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ നവ്യക്ക് തോന്നി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ ഒഴിഞ്ഞു പോവുകയാണ് എന്ന്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അനഘ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. അവൾ ചന്തുമോളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നവ്യ തൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി അനഘയുടെയും ചന്തുമോളുടെയും സംരക്ഷണം ഏറ്റെടുത്തു. അനന്തപുരിയിൽ പഴയ സമാധാനം തിരിച്ചു വന്നു. ആദർശും നയനയും നവ്യയെ ഒരു സഹോദരിയെ പോലെ തന്നെ ചേർത്ത് പിടിച്ചു. ചതിയുടെ ഇരുട്ടിൽ നിന്നും സത്യങ്ങൾ വെളിച്ചത്തിലേക്ക് വരുന്ന ആ കുടുംബം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.